ഹാപ്പി ക്രിസ്മസ് കൂട്ടുകാരെ. നിങ്ങളെല്ലാവരും ഞാനിന്ന് നമ്മുടെ തിരുവനന്തപുരത്തുള്ള കനകക്കുന്ന് പാലസിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചേ. അപ്പോൾ എല്ലാവരും ക്രിസ്മസൊക്കെ ആഘോഷിച്ച് എല്ലാ കുടുംബാംഗങ്ങളും ഒത്തുകൂടി നല്ല ഫുഡെല്ലാം കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്ത ഇനി പുതുവർഷത്തിനെ കാത്തിരിക്കുകയാണല്ലേ നമ്മൾ. എല്ലാവർക്കും നല്ല നല്ല എന്താ പറയുക, പുതുവർഷം ആശംസിക്കട്ടെ. അതിനു വേണ്ടിയുള്ള അടുത്ത കാത്തിരിപ്പ് നമുക്ക് ആരംഭിക്കാം. അപ്പം ഞാൻ കനകക്കുന്നിൽ ഫ്ലവർ ഷോ, അയ്യോ എന്ത് ഭംഗിയുള്ള പൂക്കളും വർണ്ണങ്ങളും. എത്ര മനസ്സ് ടെൻഷനും വിഷമവും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ഈ പൂക്കളൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാ ടെൻഷൻസും എല്ലാം നമ്മൾ മറന്നു പോകും. അത്രയ്ക്ക് വളരെ മനോഹരമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ സംസാരിച്ച് ആ പൂക്കളുടെ ഭംഗി കുറയ്ക്കുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കൂ. അത്ര മനോഹരമാണ്. പോകാൻ പറ്റുന്നവരെല്ലാം പോകണം. കുട്ടികളെയും കൊണ്ടൊക്കെ പോകാൻ സേഫാണ്. ഞങ്ങൾ ഇവിടെ നിന്നൊരു 3 മണിക്കൊക്കെ പോയി കേട്ടോ. അതുകൊണ്ട് റോഡിലൊന്നും വലിയ തിരക്കില്ലായിരുന്നു. അപ്പം 3 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പാർക്കിംഗ് ഒക്കെ കിട്ടും. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ മുഹമ്മദ് റാഫിയുടെ 100ാം ചരമവാർഷികത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പാട്ടിൻ്റെ കൂട്ടുകാരെന്നുള്ള ഒരു സംഘടന നടത്തുന്ന ഒരു റിഹേഴ്സലാണ് അവരുടെ. അത് കാണാനായിട്ട് സാധിച്ചു. നമ്മുടെ പണ്ട് ദൂരദർശനിൽ ഉള്ള ആ മ്യൂസിക് ചെയ്യുന്ന ആൾക്കാരെല്ലാം അവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ കുറേ സമയം അവിടെ ചിലവഴിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പൂക്കളിടയിലേക്ക് ഇറങ്ങി പൂക്കളുമായിട്ട് ഒത്തിരി സമയം ചിലവഴിച്ചു. വളരെ മനോഹരമായിരുന്നു. വീണ്ടും വീണ്ടും ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കത് കേൾക്കുന്നവർക്ക് അരോചകമായി തോന്നുമെങ്കിലും പറയാതെ വയ്യാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പൂക്കൾ കണ്ടോ, അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു. എന്തോ പടം വരച്ച് നമ്മൾ വരച്ച് അത്രയ്ക്ക് എങ്ങനെയാണ് ഈ പ്രകൃതി ഇത്രയ്ക്ക് ദൈവം ഓരോ പൂക്കൾക്കും നിറങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ശരിക്കും അതിൻ്റെ ഓരോ ഇതളുകളിലും പെയിൻറ്റ് ചെയ്ത പോലെ ഇങ്ങനെ മനോഹരമായിരുന്നു ആ പൂക്കൾ. അതുമാത്രമല്ല, അവിടെ നിന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത കളേഴ്സിൻ്റെ ആ ഒരു വേരിയേഷനും, പർപ്പിൾ ഷെയ്ഡ്, അങ്ങനെ പല തരത്തിലുള്ള പർപ്പിൾ ഷെയ്ഡ്, അങ്ങനെ യെല്ലോ ആണെങ്കിൽ യെല്ലോയിൻ്റെ പല ഷെയ്ഡ്, അതിൻ്റെ ഇടയ്ക്ക് ഓഫ് വൈറ്റ്, പ്യുവർ വൈറ്റ്, പിങ്ക്, എനിക്കറിയില്ല പറയാനായിട്ട്. അത്രയ്ക്ക് മനോഹരമായ ഒരു വർണ്ണലോകം തന്നെ ആ കനകക്കുന്ന് പാലസിൽ തീർത്ത് വെച്ചിട്ടുണ്ട്. പോരാത്തതിന് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫോട്ടോ സെക്ഷന് വേണ്ടി പ്രത്യേകം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് ആലീസ് ഇൻ വണ്ടർലാൻഡിൻ്റെ ആ കാർട്ടൂണിൻ്റെ ആ ഒരു രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം അവിടെ വളരെ മനോഹരമായി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയുള്ള ഭംഗി. ഇത് പീച്ചിൻ്റെ ആ ഒരു ഷെയ്ഡ് വരുന്നത്, പിന്നെ പ്യുവർ വൈറ്റ്, അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അത് വീഡിയോസ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടു നോക്കൂ. ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ക്രിസ്മസിൻ്റെ വൈറ്റും ഫുൾ ക്രിസ്മസിൻ്റെ വൈറ്റ്, റെഡ്, ക്രിസ്മസ് ട്രീ അങ്ങനത്തെ തീമിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ സഹസ്ര പത്മം എന്ന് പറയുന്നിട്ട് നമ്മുടെ 1000 ഇതളുള്ള താമര, പാട്ടിൽ ഒക്കെ സരസ്വതി ദേവി ഇരിക്കുന്ന ആ ഒരു താമരയൊക്കെ അതുപോലെ കാണാൻ പറ്റി. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വെറൈറ്റി. പിന്നെ രാത്രി ആയപ്പോൾ എല്ലാ ലൈറ്റുകളും തെളിഞ്ഞപ്പോഴാണ് ആ നൈറ്റ് വൈബ് ഭയങ്കര ഭംഗിയായിരുന്നു. ആ സമയത്തൊക്കെ ഒത്തിരി ക്രൗഡായി പുറത്ത്, നല്ല ക്രൗഡായി ആ സമയത്തൊക്കെ. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഫുൾ ഇങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് ആളുകൾ നിരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളപ്പോഴത്തേക്കും ഫുള്ള് ഒരുവിധം എല്ലാം കണ്ടു കഴിഞ്ഞു. ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ കാലുവയ്യാത്ത അമ്മമാരെയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഒരിടത്ത് ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. നല്ല അതിനകത്ത് ഫുഡുണ്ട്. പിന്നെ നമുക്ക് എല്ലാ
ആവശ്യങ്ങൾക്കും ഉള്ള എല്ലാ സൗകര്യവും, ബാത്റൂം ഫെസിലിറ്റീസ്, ഭയങ്കര സെക്യൂരിറ്റീസ് എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പുറം രാജ്യത്തൊക്കെ നമ്മൾ ഈ ദുബായിലൊക്കെ ഗ്ലോബൽ വില്ലേജൊക്കെ പോകത്തില്ല, ആ ഒരു സ്റ്റാൻഡേർഡ് തന്നെ അവർ നിലനിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ക്രിസ്മസ് ആയിട്ട് എന്തായാലും ഫുൾ സ്ഥലത്ത് ഗ്ലിറ്റേഴ്സ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും കൂടെ അങ്ങ് ഗ്ലിറ്ററിങ് ആവാമെന്ന് വിചാരിച്ചു. ഞാനൊരു എന്താ പറയുക, തലയിലൊരു സ്പാർക്കിളൊക്കെ വെച്ചിട്ട് വൈബൊക്കെ അടിച്ചു. പിന്നെ നന്നായിട്ട് വിശന്നു. അപ്പം നമ്മൾ പോയി വൈറ്റ് ഹാമറിൽ, നമ്മുടെ പാപ്പനംകോടുള്ള വൈറ്റ് ഹാമറിൽ വന്നിട്ട് ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ എൻജോയ് ചെയ്തു. അപ്പോൾ ടാറ്റ ബൈ ബൈ.